ഹലോ ഫ്രണ്ട്സ്, ജോബ് സംബന്ധമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ PDF ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് PDF ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം നൽകിയിരിക്കുന്നത് അതിൻ്റെ ഡേറ്റുകളാണ്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിലുള്ള പോലെ തന്നെ ഗ്രാജുവേറ്റ് ആയ ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമാണ്. ഡിഗ്രി തല ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത് എഴുതാൻ പറ്റുക. അതുപോലെ തന്നെ അടുത്തത് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. 23/12/2021, അതായത് ഡിസംബർ 23 മുതൽ ജനുവരി 23 വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് ഒരു മാസത്തെ കാലയളവാണ് SSC ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ടൈം ഫോർ റിസിപ്റ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ 23/1/2022 പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് നടത്താൻ 2 ദിവസം കൂടി കിട്ടും. അതായത് 100 രൂപയാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ ജനറൽ ഓഫ് ഓഫ്ലൈൻ ചലൻ, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് അടക്കുന്നവർക്കാണെങ്കിൽ 1 ദിവസം എക്സ്ട്രാ ഉണ്ടാവും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് ത്രൂ ചലാൻ ഡ്യൂറിങ് വർക്കിംഗ് ഹവേഴ്സ് ഓഫ് ബാങ്ക്. ഒക്കെ നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് 1 ദിവസം കൂടി. അപ്പോൾ ഇതൊന്നുമല്ല ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 23 ആ സമയത്തിനുള്ളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർക്ക് ഫീ അടക്കാനുള്ള സമയങ്ങളിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ടയർ 1 കാര്യം പറയുന്നുണ്ട്. ഏപ്രിൽ 2022, അത് പ്രോപ്പർ ഡേറ്റ് അല്ല, അതായത് 2022 ഏപ്രിൽ മാസത്തിലായിരിക്കും എക്സാം നടക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ടയർ 2 എക്സാമിനേഷൻ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ടയർ 3, അതായത് ടയർ 2ഉം ടയർ 3ഉം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അത് ടു ബി നോട്ടിഫൈഡ് ലേറ്റർ ആണ്, അതായത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഡേറ്റ് നോക്കിയിരുന്നാൽ SSCൻ്റെ സൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ലാസ്റ്റ് സമയത്ത് കിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി അപ്ലൈ ചെയ്യുകയായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ ഈ SSC CGL എന്ന് പറഞ്ഞാൽ അത് ഒരു പോസ്റ്റിലേക്ക് നടക്കുന്ന എക്സാമിനേഷൻ അല്ല. ഇതിൽ ഒരുപാട് പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഏറെ പേര് കാത്തിരിക്കുന്ന ഒരുപാട് ഗ്ലാമറസ് പോസ്റ്റുകൾ തന്നെ നമുക്ക് പറയാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ പോസ്റ്റുകളാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ 2ാമത്തെ പേജിൽ. അതൊന്ന് നോക്കാം. ഇവിടെ 1 മുതൽ തുടങ്ങി അവസാനം 36 വരെയുള്ള പോസ്റ്റുകളാണ് ഇതിൽ പറയണത്. അതുപോലെ തന്നെ ഇതിന് കാറ്റഗറി വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോസ്റ്റ് ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഓരോന്നിനും സെപ്പറേറ്റ് ഏജ് ലിമിറ്റാണ്, അതുകൊണ്ട് സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് എന്നതിൽ ഏതിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വായിച്ച് നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, ഗ്രൂപ്പ് B അങ്ങനെ തുടങ്ങി ഇഷ്ടംപോലെ പോസ്റ്റുകളുണ്ട്. നമ്മൾ എല്ലാം വായിക്കാൻ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പല പോസ്റ്റുകളുണ്ട്. അതായത് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് തുടങ്ങി ഇൻകം ടാക്സ് ഓഫീസർ, അതുപോലെ തന്നെ CBI, സബ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ പോസ്റ്റ്, ഇവിടേക്ക് ഇൻസ്പെക്ടർ ഉണ്ട്. അത്യാവശ്യം നല്ല പോസ്റ്റുകളാണ്. അതായത് ഗ്രൂപ്പ് B പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സാലറിയൊക്കെ വളരെയധികം വലുതാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലുള്ള NIA സബ് ഇൻസ്പെക്ടർ, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, ഓഡിറ്റർ അങ്ങനെ തുടങ്ങി ഒരുപാട് പോസ്റ്റുകൾ. അതായത് CBI നമ്മൾ എന്താ പറയുക, ആരും ആഗ്രഹിക്കുന്ന പോസ്റ്റ് എന്ന് പറയില്ല, അത്രയും വലിയ പോസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ എക്സാമും അത്യാവശ്യം ടഫുള്ള എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള എക്സാം തന്നെയാണ്. അതായത് നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് എഴുതിയെടുക്കാൻ കഴിയുന്ന എക്സാമൊന്നുമല്ല ഇത്. എന്നാലും നമ്മൾ അപ്ലൈ ചെയ്യുക, എക്സാം എഴുതുക, ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ അടുത്തത് ഇതിൻ്റെ വേക്കൻസീസ് ആൻഡ് റിസർവേഷനാണ്. വേക്കൻസീസ് വിൽ ബി ഡിറ്റർമൈൻഡ് ഇൻ ദ ഡ്യൂ കോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതിൽ വേക്കൻസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അത് അപ്ഡേറ്റ് ആയിട്ട് വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റിസർവേഷൻ OBC, SC, ST, അതുപോലെ തന്നെ EWS, ESM, PWD, അതായത് ഡിസബിലിറ്റി, ആ കാര്യങ്ങൾ അവർക്ക് ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കുള്ള റിസർവേഷൻ എന്തായാലും ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേക്കൻസീസ് ഫോർ ESM ആർ റിസർവ്ഡ് ഫോർ ഓൺലി ഗ്രൂപ്പ് C പോസ്റ്റ്. അതായത് മുകളിൽ പറഞ്ഞ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകൾ മാത്രമായിരിക്കും എക്സ് സർവീസ്മാൻ ഉണ്ടായിരിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് അറിയാം, മുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റിനും ഓരോ ഏജ് ലിമിറ്റാണ്. അതായത് 18 മുതൽ 30, 18 മുതൽ 30, 20 മുതൽ 30 അങ്ങനെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുമ്പോൾ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ളത് പലതിനും പല പ്രായപരിധിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ താഴത്ത് വന്നാൽ അതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതായത് 18 മുതൽ 27 എന്ന് പറഞ്ഞാൽ 2/1/1995 അതുപോലെ തന്നെ 2004 ഇടയിലായിരിക്കണം. അങ്ങനെ ഓരോ ഇതിൻ്റെ കാര്യത്തിലും ഈ ഏജിൻ്റെ ഡിഫറൻസിൻ്റെ കാര്യത്തിലും അത് ആ സ്പെസിഫൈ ചെയ്ത് ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിസർവേഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, ഏജ് റിലാക്സേഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ SC STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം. അങ്ങനെ നമ്മൾ സാധാ SSCയുടെ എക്സാമിൽ കൊടുക്കുന്ന എല്ലാ റിസർവേഷനും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ് പേഴ്സണൽ, അതുപോലെ തന്നെ അങ്ങനെ എല്ലാ സംഭവങ്ങളും അടിയിൽ കൊടുത്തിട്ടുണ്ട്.
നമ്മൾ മുകളിൽ പറഞ്ഞു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്, അതായത് ഗ്രാജുവേഷൻ എനി ഡിഗ്രിയാണ് ഇതിന് ക്വാളിഫിക്കേഷൻ പറയുന്നത്. എന്നാൽ ചില സംഭവങ്ങൾ ചില പോസ്റ്റുകൾക്ക് ഇതിൽ വ്യത്യാസമുണ്ട്. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്നതിന് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിലും അതിൻ്റെ കൂടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ വ്യത്യാസം വരുന്ന വേറെ ഒന്നാണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2, അതുപോലെ അസിസ്റ്റൻറ്റ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ NCLAT, അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റൻറ്റ്. അങ്ങനെ ഓരോ പോസ്റ്റിനും ഡിസൈറബിൾ ഈ മുകളിൽ പറഞ്ഞ ഇത്ര പോസ്റ്റുകൾക്ക് മാത്രം ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് കുറച്ച് ക്വാളിഫിക്കേഷൻസ് വേറെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 1 year റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ റെക്കഗ്നൈസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ഇൻ ലോ ഓർ ഹ്യൂമൻ റൈറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. എന്നാൽ അതർ പോസ്റ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻ എന്നാണ് പറയുന്നത്. അതായത് ബാക്കിയുള്ള ഈ മുകളിൽ പറഞ്ഞ 4-5 പോസ്റ്റ് വെച്ച് ബാക്കി ഏതിനും നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ഒരു ഡിഗ്രി അത്രയാണ് പറയുന്നുള്ളൂ. അപ്പോൾ ഡിഗ്രി ഒക്കെ യോഗ്യതയുള്ള ആളുകൾക്ക് എത്രയോ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ജോബ് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു അവസരം മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഇനിയുള്ള കാര്യം ഹൗ ടു അപ്ലൈ എന്നുള്ളതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമ്മൾ PSC ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ SSCൻ്റെ സൈറ്റിൽ കയറുക, 1 time രജിസ്ട്രേഷൻ ചെയ്യാം. 1 time രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിൽ പോയാൽ ഓരോ എക്സാം വരുമ്പോൾ നമ്മൾ PSC അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അതിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് അതിൽ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടി വരും, നമ്മുടെ മെട്രിക്കുലേഷൻ്റെ ഡീറ്റെയിൽസ് വേണ്ടി വരും. ഇനി നമുക്കറിയാം SSCയുടെ എക്സാം എന്ന് പറഞ്ഞാൽ ഓരോ എക്സാമിനും നമ്മൾ 100 രൂപ വെച്ച് അടക്കേണ്ടി വരും. അത് എല്ലാവർക്കും ഇല്ല, ഞാൻ പറയാം. അതായത് അപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ്, ഫീ പേയബിൾ 100 rupees. എന്നാൽ വുമൺ കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ ബിലോങ്ങിങ് ടു SC, അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് ST, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആൻഡ് എക്സ് സർവീസ്മാൻ, ഇത്തരം ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് വുമൺ, അതുപോലെ SC ST, ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ESM കാറ്റഗറി വിടുന്ന ആളുകൾക്ക് ഈ 100 രൂപ അടക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകളൊക്കെ സംബന്ധിച്ച് എത്രയോ എളുപ്പമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ. കാരണം ബോയ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 100 രൂപ ചിലവാക്കേണ്ട ബുദ്ധിമുട്ടുണ്ട്. ഇതിനാകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തതിൽ യാതൊരു പ്രശ്നവുമില്ല, നഷ്ടങ്ങളൊന്നും വരാനില്ല. അതുപോലെ തന്നെ ഫീ ക്യാൻ ബി പെയ്ഡ് ഓൺലൈൻ ത്രൂ ഭീമ UPI എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഏത് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടും ഫീ വേണമെങ്കിൽ അടക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് എക്സാം എഴുതാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ വരുന്നത് കേരള കർണാടക റീജിയൻ KKRലാണ് വരിക. അപ്പോൾ കേരള കർണാടക റീജിയൻ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ്, കർണാടക, കേരള ഇൻക്ലൂഡഡ് ആണ്. അതിൽ നമുക്ക് കേരളത്തിൽ വരുന്ന സ്ഥലങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ഇതിൻ്റെ Tier 1 എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്ഥലം നമുക്ക് അടുത്ത് തന്നെ, അതായത് നമ്മൾ തൊട്ടടുത്ത ജില്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലോ തന്നെ കിട്ടുന്ന എക്സാം തന്നെയാണിത്. അത്രയും ദൂരം ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് Tier 1 എക്സാം എഴുതി നോക്കാൻ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ, അതായത് എക്സാം കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ്. ദ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഇൻ 4 tiers ആസ് ഇൻഡിക്കേറ്റഡ് ബിലോ. അതായത് ഈ എക്സാം എന്ന് പറഞ്ഞാൽ 4 tier ആയിട്ട് നടക്കുന്ന എക്സാമാണ്. അത് ആദ്യം നമ്മൾ Tier 1 പോകും, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അത് കഴിഞ്ഞ് Tier 2, Tier 3 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അത് കഴിഞ്ഞ് Tier 4 കൂടി ഉണ്ട്, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ്, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി സ്കിൽ ടെസ്റ്റ്. അത് ഓരോ പോസ്റ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഇവിടെ Tier 1-ൻ്റെയും Tier 2-ൻ്റെയും സിലബസ് ഒക്കെ നമുക്കിവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. Tier 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ എല്ലാം 25 മാർക്കിൻ്റെ 4 വരും. 25 ക്വസ്റ്റ്യൻ 50 മാർക്കിന് 2 മാർക്ക് വെച്ചിട്ട് വരും. അത് 1 hourലായിരിക്കും. അതുപോലെ തന്നെ പേപ്പർ 1 അടുത്തത് Tier 2-ൻ്റെ കാര്യമാണ് പറയുന്നത്. Tier 2 പേപ്പർ 1 ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അങ്ങനെ 4 പേപ്പറാണ് ഉണ്ടായിരിക്കുക. അതോടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇത്രയാണ് Tier 1. Tier 2 വരുന്നത് ഇവിടെ പേപ്പർ 3 ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റാറ്റിക്സും, അതുപോലെ തന്നെ പേപ്പർ 4 ആയിട്ട് കൊടുത്തത് ജനറൽ സ്റ്റഡീസുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇൻ Tier 2 പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആർ മാൻഡേറ്ററി കമ്പൾസറി ഫോർ ആൾ ദ പോസ്റ്റ്. അതായത് Tier 2-ൽ പേപ്പർ 1-ഉം അതുപോലെ തന്നെ പേപ്പർ 2 ആണ് എല്ലാവരും എഴുതേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഈ Tier 3 അതുപോലെ തന്നെ പേപ്പർ 3 അതുപോലെ തന്നെ പേപ്പർ 4 എന്ന് പറയുന്നത് നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണ്ട എക്സാമുകൾക്ക് വേണ്ടി മാത്രമാണ്. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് അക്കൗണ്ട് ഓഫീസർ എന്നൊക്കെ പറയുന്ന ഈ ജോബുകൾക്ക്, അതായത് ഇവിടെ Tier 2-ൽ പേപ്പർ 3 ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO ഇത്തരം പോസ്റ്റുകൾക്കാണ്. അപ്പോൾ എല്ലാവർക്കും ജനറലായിട്ട് വരുന്നത് ഈ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി അതുപോലെ തന്നെ ഇംഗ്ലീഷ് പേപ്പറുകളാണ്. ഓക്കെ, അടുത്തത് പറയുന്നത്
നമ്മുടെ സ്കീം ഓഫ് ടയർ 3 എക്സാമിനേഷനെ കുറിച്ചാണ്. ടയർ 1, ടയർ 2 പാസ്സായവർക്കുള്ള ടയർ 3 എക്സാം എന്ന് പറഞ്ഞാൽ അത് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, പെൻ ആൻഡ് പേപ്പർ മോഡായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് ഇംഗ്ലീഷ് ഓർ ഹിന്ദി, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എക്സാം എഴുതാം. അതെന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഓഫ് എക്സെ, പ്രിസൈസ്, ലെറ്റർ, അപ്ലിക്കേഷൻ, ഇത്രയും ഇതിൽ ഏതെങ്കിലും എഴുതാനുള്ളൊരു എക്സാം ആയിരിക്കും. മാക്സിമം മാർക്ക് 100 ആയിരിക്കും. ഇനി ഇവിടെ പറയുന്നുണ്ട് ഈ പേപ്പർ നമ്മൾ എഴുതേണ്ടത് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ആണ്. അതുപോലെ തന്നെ പാർട്ട് പേപ്പർ റിട്ടൺ ഇൻ ഹിന്ദി ആൻഡ് പേപ്പർ ഇംഗ്ലീഷ് വിൽ ബി അവോർഡഡ് 0 മാർക്ക്. അതിൽ ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. രണ്ടും കൂടി മിക്സ് ആയിട്ട് എഴുതിയാൽ 0 മാർക്ക് ആയിരിക്കും അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ താഴെ എടുത്ത് നോക്കിയാൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സിലബസിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് എന്തൊക്കെയാണ് ഇതിലുണ്ടാവുക, ടോപ്പിക്സ്, സെമാറ്റിക് അനോളജി, സിംബോളിക് നമ്പർ അനോളജി അങ്ങനെ പറഞ്ഞിട്ട് അത് ഒരുപാടുണ്ട്. നമുക്ക് PDF ഓരോരുത്തർക്ക് എടുത്ത് നോക്കാവുന്നുള്ളൂ, ആവശ്യമുള്ളവർക്ക് നോക്കി മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഈ PDF. നമുക്കറിയാം SSൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു 10-40 പേജ് ഉണ്ടാവും. അതെല്ലാം കൂടി നമ്മൾ എല്ലാ പേജും വായിച്ചിട്ട് നമ്മളൊരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല. അല്ലെങ്കിൽ വീഡിയോ അത്രയും ലെങ്ത്തായി മാറും. കാരണം ഇതിൻ്റെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, നമ്മളിതാ ഒരുപാട് താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഇവിടെ ചില പോസ്റ്റുകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചില പോസ്റ്റുകൾക്ക് നമുക്ക് ഫിസിക്കൽ ആവശ്യമായിട്ട് വരും, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഫിസിക്കൽ ടെസ്റ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡൊക്കെ ചില പോസ്റ്റുകൾക്ക് വരും. അതായത് നമ്മൾ യൂണിഫോം തസ്തികകളായ ചില പോസ്റ്റുകൾ അതിൽ വരുന്നുണ്ട്. ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ്, ഇൻസ്പെക്ടർ എക്സാമിനർ, ഇൻസ്പെക്ടർ പ്രിവൻറ്റീവ് ഓഫീസർ, ഇൻസ്പെക്ടർ CBN, സബ് ഇൻസ്പെക്ടർ CBN, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ CBI, സബ് ഇൻസ്പെക്ടർ NIA. ഇത്തരം പോസ്റ്റുകൾക്ക് ഈ പറയുന്ന എക്സാമിന് പുറമെ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവും. ചില സംഭവങ്ങൾ നമ്മൾ പോലീസിലൊക്കെ ഉള്ള പോലെ തന്നെ ക്വാളിഫൈ ചെയ്യേണ്ടി വരും. അത്രയാണ് പറയണത്. പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് PDF എടുത്ത് വായിച്ച് നോക്കാവുന്നുള്ളൂ. കാരണം SSൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് എക്സാം കഴിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളടക്കം ഇതിൽ പറയുന്നുണ്ടാവും. കാരണം സ്ക്രൈബിന് വെക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഇനിയുള്ള OBCൻ്റെ സർട്ടിഫിക്കറ്റ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ കൊണ്ടുപോകേണ്ട സമയത്തുള്ള സർട്ടിഫിക്കറ്റ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ കാണിക്കണമൊക്കെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് PDF എടുത്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മറ്റേത് നമ്മളിതെല്ലാം നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല പറയാമെന്ന് പറഞ്ഞാൽ. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഈ നോട്ടിഫിക്കേഷൻസിൽ SSC കൊടുക്കാറ്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്തുള്ള ഒരു PDF. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ SSC CGL എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു ജോബാണ്. കാരണം അതിലുള്ള പോസ്റ്റുകൾ നമുക്കറിയാം, ഞാൻ വായിച്ചത് നേരത്തെ CBI, NIA, ഇൻകം ടാക്സ് ഓഫീസർ തുടങ്ങി എത്രയോ വലിയ പോസ്റ്റുകളാണ്. സബ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ തുടങ്ങി എത്രയോ പോസ്റ്റുകൾ അതിലുണ്ട്. അപ്പോൾ ആരും ആഗ്രഹിക്കുന്നൊരു പോസ്റ്റാണ്. കാരണം IAS, IPS ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ നേരെ തൊട്ട് താഴെ ഒക്കെ വരാൻ സാധ്യതയുള്ള പോസ്റ്റുകളാണ് ഈ പറയുന്ന പോസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ടയർ 1, ടയർ 2, ടയർ 3 ഇതൊക്കെ കടന്നിട്ട് വേണം എക്സാം എഴുതാൻ. എന്നാലും നമുക്ക് അതിന് വരുന്നൊരു ചിലവ്, അതല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നൊരു ചിലവ് എന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഒറ്റ തവണ ഇതിന് അപ്ലൈ ചെയ്ത് ഒറ്റ തവണ ഇതിന് നേടിയെടുക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. എന്നാലും നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ബോയ്സിന് മാത്രമാണ് ആ ഒരു പൈസ വരുന്നത്. നമ്മൾ നേരത്തെ വായിച്ച ഫീ റിലാക്സേഷൻ വരുന്ന കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ, അതായത് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ SC ST അങ്ങനത്തെ ഇതിലൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ വരുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്നൊരു എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാൻസ് നമ്മൾ ഒരിക്കലും കളയാതിരിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് മടിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് മറ്റുള്ളവരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കാം.